ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഇന്നത്തെ റെസിപ്പി വെള്ളക്കടല വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ്. വെള്ളക്കടല കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പോലും ഇങ്ങനെയൊന്ന് വെച്ചുണ്ടാക്കി കൊടുത്തു നോക്കൂ, ഉറപ്പായിട്ട് അവർ കഴിച്ചിരിക്കും. പിന്നെ അവർ വെള്ളക്കടല ഒഴിവാക്കിയേയില്ല. അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്, അതേപോലെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. വെള്ളക്കടല ചില്ലി മസാല എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് കണ്ടിട്ട് വന്നാലോ. വെള്ളക്കടല ചില്ലി മസാല തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളക്കടലയാണ്. ഞാനത് ഓൾറെഡി കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഒരു കുക്കറിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളക്കടലയും ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഒരു 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. വെള്ളക്കടല കുക്കായതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. പാനിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളക്കടല ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓരോ ബാച്ചായിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വെള്ളക്കടല ഇതുപോലെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. സംഭവം നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിച്ചുകൊണ്ടിരിക്കാൻ. പക്ഷേ ഇതല്ലല്ലോ നമുക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. ഇതേ പാനിൽ തന്നെ ഒരു വലിയ സവാള, ഒരു വലിയ ക്യാപ്സിക്കം, 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ കടലയ്ക്ക് ഉപ്പിട്ടതാണ്, അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരുപാട് ബ്രൗൺ നിറമാവണ്ട, ഒന്നൊന്ന് സോഫ്റ്റ് ആയാൽ മതി. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റെഡ് ചില്ലി സോസ് 1 ടീസ്പൂൺ, സോയാ സോസ് 1 ടീസ്പൂൺ, എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ്. അതൊരു 1.5 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ബൗളിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കോൺഫ്ലവറും കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള വെള്ളക്കടലയും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. വെള്ളക്കടല ചില്ലി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശയുടെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ ഒരു പെർഫെക്റ്റ് കോംബോ തന്നെയാണ് ഈ ഒരു ചില്ലി മസാല. അപ്പോൾ വെള്ളക്കടല ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇങ്ങനെയും കൂടി ഒന്ന് തയ്യാറാക്കി നോക്കൂ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം അത്രയും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കി നോക്കല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി ഒന്ന് അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മാക്സിമം ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.